അഴിമതിയുടെയും കൊള്ളയുടെയും ഒരു പുതിയ സാമ്രാജ്യമാണ് 10 വർഷത്തെ പിണറായി ഭരണത്തിന് കീഴിൽ കെട്ടിപ്പടുത്തിരിക്കുന്നത്. സാധാരണക്കാരന്റെ നികുതി പണവും സംസ്ഥാനത്തിന്റെ പൊതുമുതലും സ്വന്തം കൂട്ടർക്കും കരിഞ്ചന്തക്കാർക്കും പങ്കുവെച്ചു നൽകുന്നതിൽ ഈ ഭരണകൂടം റെക്കോർഡുകൾ ഭേദിച്ചു കഴിഞ്ഞു. ഇപ്പോൾ പുറത്തുവന്ന കോടികളുടെ ബ്ലീച്ചിംഗ് പൗഡർ അഴിമതിയും ഇതിന്റെ ഒടുവിലത്തെ ഉദാഹരണങ്ങൾ മാത്രമാണ്. അതായത് പിണറായി സർക്കാരിന്റെ കാലത്ത് കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ ബ്ലീച്ചിംഗ് പൗഡർ വാങ്ങിയതിലെ അഴിമതി പുറത്തു വന്നിരിക്കുകയാണ്. മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന്റെ 3 ഗോഡൌണുകൾ കത്തിയെറിയാനും ഒരു അഗ്നിരക്ഷാ ഉദ്യോഗസ്ഥന്റെ ജീവൻ നഷ്ടപ്പെടാനും കാരണമായ ഗുണനിലവാരമില്ലാത്ത ബ്ലീച്ചിംഗ് പൗഡർ വിതരണം ചെയ്ത അതേ വിവാദ കമ്പനിക്ക് തന്നെ വീണ്ടും കോടികളുടെ കരാർ നൽകിയതിലൂടെ കോർപ്പറേഷനിലെ ഒരു വിഭാഗം ഉദ്യോഗസ്ഥരും മുൻ ഭരണകൂടവും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടാണ് പുറത്തുവരുന്നത്. ചട്ടങ്ങളും മാനദണ്ഡങ്ങളും കാറ്റിൽ പറത്തി തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്ന സമയത്ത് ഒരു സ്വകാര്യ കമ്പനിയെ വഴിവിട്ട് സഹായിക്കാൻ നടത്തിയ നീക്കങ്ങൾ തെളിവുകൾ സഹിതം പുറത്തുവരുമ്പോൾ മുൻ പിണറായി സർക്കാർ പ്രതിക്കൂട്ടിലാവുകയാണ്. മഴക്കാലത്തിന് മുൻപ് അടിയന്തരമായി ബ്ലീച്ചിംഗ് പൗഡർ സംഭരിക്കണമെന്ന സാങ്കേതിക ന്യായവാദം ഉയർത്തിയാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് തൊട്ടു മുൻപ് മാർച്ച് 11-ന് ടെൻഡർ നടപടികൾക്ക് കോർപ്പറേഷൻ തുടക്കമിട്ടത്. എന്നാൽ അടിയന്തര സാഹചര്യം എന്ന് അവകാശപ്പെട്ടിട്ടും ഈ നടപടികൾ ബോധപൂർവം നീട്ടിക്കൊണ്ടുപോവുകയും തെരഞ്ഞെടുപ്പ് ഫലം വന്ന് കൃത്യം 2 ദിവസത്തിന് ശേഷം മെയ് 6-ന് വിവാദ കമ്പനിക്ക് അനുകൂലമായി ഓർഡർ നൽകി പൂർത്തിയാക്കുകയാണ് ഉണ്ടായത്. ഉത്തർപ്രദേശ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ബാങ്കെ ബിഹാരി കെമിക്കൽസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിക്കാണ് കിലോയ്ക്ക് 46.96 രൂപ നിരക്കിൽ 15.59 ലക്ഷം കിലോ ബ്ലീച്ചിംഗ് പൗഡർ വിതരണം ചെയ്യാൻ 7.32 കോടി രൂപയുടെ ഭീമമായ ഓർഡർ നൽകിയത്. കഴിഞ്ഞ 2 വർഷമായി യാതൊരുവിധ പ്രശ്നങ്ങളുമില്ലാതെ KMSCL-ലേക്ക് ഗുണനിലവാരമുള്ള ബ്ലീച്ചിംഗ് പൗഡർ വിതരണം ചെയ്തിരുന്ന കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനമായ കേരള സ്റ്റേറ്റ് ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ് ലിമിറ്റഡിനെ പൂർണ്ണമായും ഒഴിവാക്കാനാണ് ഈ നാടകങ്ങളെല്ലാം അരങ്ങേറിയതെന്ന സംശയം ഇതോടെ ബലപ്പെടുകയാണ്. ഈ ഇടപാടിലൂടെ ഏറ്റവും വിചിത്രവും ദുരൂഹവുമായ വശം ടെൻഡർ നിബന്ധനകളിൽ വരുത്തിയ അട്ടിമറിയാണ്. മുൻ വർഷങ്ങളിൽ കരാറിൽ പങ്കെടുക്കുന്ന കമ്പനികൾക്ക് കഴിഞ്ഞ 3 വർഷത്തെ ശരാശരി വാർഷിക വിറ്റുവരവ് 5 കോടി രൂപ വേണമെന്ന കർശന നിബന്ധന ഉണ്ടായിരുന്നു. എന്നാൽ 2026-27 വർഷത്തിൽ വാങ്ങേണ്ട ബ്ലീച്ചിംഗ് പൗഡറിന്റെ അളവ് 15.59 ലക്ഷം കിലോഗ്രാമായി കുത്തനെ കൂട്ടുകയും നിരതദ്രവ്യം തുക വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടും കമ്പനികളുടെ വാർഷിക വിറ്റുവരവ് പരിധി 5 കോടിയിൽ നിന്ന് 2 കോടി രൂപയായി കുറയ്ക്കുകയാണ് കോർപ്പറേഷൻ ചെയ്തത്. കേവലം 3 കോടി രൂപ മാത്രം വാർഷിക വിറ്റുവരവുള്ള ബാങ്കെ ബിഹാരി കെമിക്കൽസ് എന്ന വിവാദ കമ്പനിക്ക് മാത്രം യോഗ്യത ഉറപ്പാക്കാനാണ് ഉദ്യോഗസ്ഥർ ഈ അട്ടിമറി നടത്തിയതെന്ന് വ്യക്തമാണ്. 5 കോടി രൂപയുടെ പഴയ നിബന്ധന നിലനിർത്തുകയായിരുന്നെങ്കിൽ ഈ കമ്പനിക്ക് ടെൻഡറിൽ പങ്കെടുക്കാൻ പോലും യോഗ്യത ഉണ്ടാകുമായിരുന്നില്ല. 3 കോടി രൂപ മാത്രം വാർഷിക വിറ്റുവരവുള്ള ഒരു ചെറുകിട വിതരണക്കാരന് 7.32 കോടി രൂപയുടെ ഭീമമായ പർച്ചേസ് ഓർഡർ നൽകാനുള്ള തീരുമാനം അടിസ്ഥാന സാമ്പത്തിക യുക്തിക്കോ റിസ്ക് മാനേജ്മെന്റ് തത്വങ്ങൾക്കോ നിരക്കുന്നതല്ല. ഏതാനും മാസങ്ങൾക്കുള്ളിൽ ഇത്രയും വലിയ അളവിൽ ഉൽപ്പന്നം വിതരണം ചെയ്യാൻ ഈ കമ്പനിക്ക് ആവശ്യത്തിന് മൂലധനമുണ്ടോ എന്നതോ അവരുടെ പ്ലാന്റിന്റെ ഉൽപാദനശേഷി എത്രയെന്നതോ കോർപ്പറേഷൻ വിലയിരുത്തിയിട്ടില്ല. ആദ്യ ടെൻഡറിൽ ഈ കമ്പനിയുടെ സിംഗിൾ ബിഡ് മാത്രം വന്നപ്പോൾ അതെങ്ങനെ സ്വീകരിച്ചു എന്നതും ദുരൂഹമാണ്. യോഗ്യതയുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളെയും വൻകിട വിതരണക്കാരെയും ബോധപൂർവം മറികടന്ന് ആവശ്യത്തിന് സാമ്പത്തിക ശേഷിയോ വിശ്വാസ്യതയോ ഇല്ലാത്ത ഒരു സ്വകാര്യ സ്ഥാപനത്തെ സഹായിക്കാനുള്ള വ്യക്തമായ ഉദ്ദേശമാണ് ഇതിലൂടെ വെളിപ്പെട്ടിരിക്കുന്നത്. പൂർണ്ണമായും തെളിയിക്കപ്പെട്ട ഈ അഴിമതികളുടെയും സുരക്ഷാ വീഴ്ചകളുടെയും പശ്ചാത്തലത്തിൽ ബാങ്കെ ബിഹാരി കെമിക്കൽസിന് നൽകിയ 7.32 കോടി രൂപയുടെ പർച്ചേസ് ഓർഡർ ഉടനടി മരവിപ്പിക്കണമെന്ന ആവശ്യം ശക്തമാണ്. ഇതോടെ ആരോഗ്യമന്ത്രി മുരളീധരൻ അന്വേഷണത്തിന് ഉത്തരവുമിട്ടിട്ടുണ്ട്. ആദ്യ ടെൻഡറിൽ ഈ കമ്പനിയുടെ സിംഗിൾ ബിഡ് എങ്ങനെ സ്വീകരിക്കുകയും പർച്ചേസ് ഓർഡർ നൽകുകയും ചെയ്തു എന്നതാണ് പ്രധാന ചോദ്യം. കമ്പനിക്ക് വേണ്ട യോഗ്യതയായ ശരാശരി വാർഷിക വിറ്റുവരവ് 5-ൽ നിന്നും 2 കോടിയായി കുറച്ചതിലൂടെ ഈ കമ്പനിക്ക് പ്രവേശിക്കാനുള്ള അവസരമാണ് ഒരുക്കിയത്. 2 കോടി വിറ്റുവരവുള്ള ഒരു കമ്പനി എങ്ങനെയാണ് ഏതാനും മാസങ്ങൾക്കുള്ളിൽ 7 കോടിയിലധികം രൂപയുടെ ഓർഡർ കൈകാര്യം ചെയ്യുക എന്നതാണ് ഒരു യഥാർത്ഥ ചോദ്യം.